ഈ മണിക്കൂറിൽ മീഡിയ വൺ ആദ്യം പുറത്തുവിടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാർ പുറപ്പെടുവിക്കേണ്ട വിജ്ഞാപനം രാജ്ഭവൻ ഇറക്കി. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർക്കാർ പ്രതിനിധി പിന്മാറിയതിന് പിന്നാലെയാണ് അസാധാരണ നീക്കം. ലഭിക്കുന്ന അപേക്ഷകൾ ചാൻസലറുടെ സെക്രട്ടറി സെർച്ച് കമ്മിറ്റി കൺവീനർക്ക് കൈമാറും. ഡിസംബർ 5 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. മീഡിയ വൺ ഫസ്റ്റ് ഓൺ. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, ഒരു അസാധാരണ നീക്കമാണ് രാജ്ഭവന്റേത്. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് വിജിൻ? അജി, കാലിക്കറ്റ് സർവകലാശാലയെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് തന്നെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി ഒരു സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു ഗവർണർ. അതിനുശേഷം ഈ രൂപം നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് കാലിക്കറ്റിലെ സെനറ്റ് തീരുമാനിച്ച അംഗം അദ്ദേഹം പിന്മാറിയത്. അതോടെ ഈ സെർച്ച് കമ്മിറ്റി അസാധുവാകും എന്നുള്ളതായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ അത് മറികടന്നാണ് നിലവിൽ ഒരു വിജ്ഞാപനം രാജ്ഭവൻ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC നിയമനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമാണ്. അതിലെ അഭിമുഖം നടത്താനും ഒപ്പം തന്നെ നിലവിൽ ആപ്ലിക്കേഷൻ സ്വീകരിക്കാനുമുള്ള വിജ്ഞാപനമാണ് ഗവർണർ ഇറക്കിയിരിക്കുന്നത്. രാജ്ഭവൻ സാധാരണഗതിയിൽ അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയതായുള്ള കീഴ്വഴക്കം ഇതുവരെയും ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയും ഒപ്പം തന്നെ സർക്കാരിനെയും മറികടന്നാണ് രാജ്ഭവൻ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.